ഇതിപ്പോൾ എന്താ പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. എന്നാലും മനസ്സിലാകും സന്തോഷം. കാരണം ഇങ്ങനൊരു കൂടിക്കാഴ്ച മനസ്സിലെന്നോരോ നല്ലൊരു ആഗ്രഹമായിരുന്നു. എങ്കിലും നമ്മളെ കൂടെ ഇപ്പോൾ നിൽക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അത് കുടുംബിനികളായും പ്രവാസികളായും മാറിപ്പോയുണ്ട്. അവരുടെ അസാന്നിധ്യം വളരെയധികം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മളെ പഠിപ്പിച്ച വിജ്ഞാതന്മാർ ഒരുപാട് പേര് മിസ്സിങ് നല്ലവണ്ണം നടന്നുണ്ട് ഇവിടെ. എങ്കിലും അവരുടേതായിട്ടുള്ള എല്ലാ പരിപാടികളും മാറ്റി ഇവിടെ വന്ന് ചേർന്ന വേണു സാറ്, വിനോദ് സാറ്, ടീച്ചർ എല്ലാവരെയും ഞാൻ വേളയിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. അതുപോലെ നേരത്തെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ക്ലാസ് എന്ന് പറയുമ്പോൾ പഴയ H2-ൻ്റെതായിരുന്നു. പ്ലസ് സാറ് നേരത്തെ പ്രസംഗിച്ചിരുന്നപ്പോൾ ഞങ്ങൾ ബാക്കിൽ പോയിരിക്കുകയായിരുന്നു. കാരണം എന്തോ ഒരുതരം പേരെനിക്കറിയില്ല. അങ്ങനെ ഇതുവരെ ഉണ്ടാകാത്ത എന്തോ സംതിങ് ഫീൽ അറിയാതെ എവിടുന്ന് ഇങ്ങനെ വരുന്ന പോലെ ശരിക്കും. എങ്കിലും വളരെ 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 സന്തോഷം. എൻ്റെ ഈ സുഹൃത്തുക്കൾ ഒരുപാട് പ്രാവശ്യം കൂടി നേരിൽ കാണാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ജീവിതത്തിൽ ഉടനീളം ശാന്തി, സമൃദ്ധി, സന്തോഷവും നൽകുന്നു. താങ്ക് യു. I'm talking about me. I have completed +2 from this school, and after that, I have completed diploma in fire and safety from Kochi. Then I went to Bangalore. And I have worked there 1 year. Then now my plan, I want to go abroad. And I don't plan my speech. I control myself. Nizam. ഈ നിസാം പാലക്കത്തെ വിളിക്കാം, അങ്ങനെ വിളിക്കാം. ഇപ്പോൾ കുറച്ച് നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ MBA ചെയ്യാണ് ഈറോഡ്. പിന്നെ കുറച്ച് പേരെയൊക്കെ അവിടുന്ന് ഇവിടുന്ന് കാണാറുണ്ട്, അല്ലാത്തവരെയൊക്കെ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ടാവില്ല, നല്ല വിശപ്പുണ്ട്. രാവിലെ വീട്ടിൽ നിന്നൊന്നും ഇന്ന് രാവിലെയാണ് ഈറോഡിൽ നിന്ന് വന്നത്. പിന്നെ ഇവരെല്ലാവരും ഇങ്ങനെ വിളിച്ചപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഇവിടെ 4 ഗ്ലാസ് പിസ്ത കുടിച്ചിട്ടുണ്ട്, വേറെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ടാവല്ലേ? അങ്ങനെ ആരും വിശക്കണില്ലേ? എനിക്ക് വിശക്കണി, എനിക്ക് ഫുഡ് വേണം. അപ്പോൾ നീ ഫുഡ് അല്ലേ അടുത്ത സെക്ഷനാണ്. ഇനി ഫുഡ് കഴിച്ചിട്ടാ. ഓക്കെ. ചായ കടിക്കുന്ന സംഭവം കാണിക്കുമ്പോഴാണ്